ഒരാൾ എങ്ങനെ ജീവിക്കണം എന്നത് തികച്ചും അയാളുടെ വ്യക്തിപരമായ തീരുമാനമാണ്. മറ്റുള്ളവരെ നന്നാക്കാനുള്ള കരാറൊന്നും നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള യോഗ്യതയും നമുക്കില്ല. ഇതുപോലെ ജീവിക്കണം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ മാത്രം ഐഡിയലായ ഒരു വ്യക്തിത്വങ്ങളും ഇല്ല താനും. എന്നാൽ തികച്ചും പ്രതികൂലമായ സാമൂഹ്യ സാഹചര്യങ്ങളിൽ തിരുത്തി വരുന്ന വ്യക്തികളെ നമ്മൾ തീർച്ചയായും അംഗീകരിക്കണം, ചേർത്ത് പിടിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് മനുഷ്യരാണ്? വേണ്ടുന്ന എല്ലാ തിരുത്തലുകളോടും കൂടി ഷൈൻ തിരിച്ചു വരുമ്പോൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുക എന്നത് നമ്മുടെ കടമയാണ്. വിശാലമായി ചിന്തിക്കുകയും സരസമായി സംസാരിക്കുകയും ചെയ്യുന്ന അയാൾ നമുക്ക് കൂടുതൽ പ്രിയങ്കരനാവും. അയാൾ കാരണം തന്റെ പ്രിയപ്പെട്ടവർ ഒരുപാട് ബുദ്ധിമുട്ടിയെന്നും ലഹരി തനിക്ക് പ്ലഷർ നൽകിയെങ്കിൽ തന്റെ ചുറ്റുമുള്ളവർക്ക് അത് പ്രഷറായിരുന്നുവെന്നും അയാൾ തിരിച്ചറിയുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ചുറ്റുമുള്ളവരെ കുറിച്ച് കുറച്ചുകൂടി കൺസേൺ ആവുന്നുണ്ട് അയാൾ. അച്ഛന്റെ തീരാനഷ്ടത്തിന്റെ വേദനയിലും അയാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത് തങ്ങളുടെ അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് തന്റെ കമ്പാനിയനെയാണ്. ആ വേദനയും ആ ശൂന്യതയും നികത്താൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന്. ലഹരിക്കാലത്തെ ഷൈനിൽ നിന്നും അയാളുടെ ബോഡി ലാംഗ്വേജും സംസാരവും ഒരുപാട് മാറിയിരിക്കുന്നു. നാക്കു കുഴയാതെ വ്യക്തമായി അയാൾ സംസാരിക്കുന്നുണ്ട്. കുറെ കൂടി ബോധ്യങ്ങളോടുകൂടി അയാൾ സംസാരിക്കുന്നു. അത് തിരുത്തിയവന്റെ ബോധ്യമാണ്. സ്വന്തം അപാകതകൾ തിരിച്ചറിയുകയും അത് തിരുത്തണമെന്ന് സ്വയം ആഗ്രഹിക്കുകയും തന്റെ പ്രിയപ്പെട്ടവരുടെ പിന്തുണയോടെ അത് തിരുത്തുകയും ചെയ്യുന്നതാണ് മാനവികതയുടെ ഏറ്റവും വലിയ മൂല്യം. ലഹരിക്കാലത്തെ തന്റെ പെരുമാറ്റങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചുവെങ്കിൽ അതിന് തുറന്ന വേദിയിൽ തന്നെ മാപ്പ് പറയാൻ അയാൾ തയ്യാറായിരിക്കുന്നു. വിൻസി എന്ന നടി ലഹരി ഉപയോഗം കൊണ്ട് സഹപ്രവർത്തകരിൽ നിന്നുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഒരു പൊതുവേദിയിൽ തുറന്നു പറഞ്ഞപ്പോൾ അതിന്റെ ചോദ്യങ്ങളെല്ലാം ഷൈനിലേക്ക് നേരെ തിരിയുകയും അത് ഷൈനിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് വെളിവാവുകയും ചെയ്തു. അതിനെ തുടർന്ന് എത്ര ബുദ്ധിമുട്ടുകളാണ് വിൻസി സഹിക്കേണ്ടി വന്നത്. എന്നാൽ തിരുത്തിയ ഷൈനിന് വിൻസിയോട് മാപ്പ് പറയാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ചില വലിയ ശരികളെക്കാൾ എത്രയോ മനോഹരമാണ് ചെറിയ ചെറിയ തെറ്റുതിരുത്തലുകൾ. ഇതിലും വലിയ എന്ത് ബോധവൽക്കരണമാണ് നമുക്ക് കിട്ടാനുള്ളത്? ഷൈനിനെ നമ്മൾ കേൾക്കണം, നമ്മൾ കേൾപ്പിക്കണം. നമ്മളുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല പാഠമായി ഷൈൻ മാറും. തിരുത്തി വരുന്നവരെ വിശ്വസിക്കുക, തിരുത്താൻ ശ്രമിക്കുന്നവരെ ചേർത്ത് നിർത്തുക. അല്ലാതെ ഇനിയും അവൻ പഴയ വഴിയിലേക്ക് പോകും, ഇനിയും അവൾ പഴയ പാതയിൽ തന്നെ ആയിരിക്കുമെന്ന മുൻവിധികളോടുകൂടി സമീപിക്കാതിരിക്കുക.